ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 3 ടിപ്സുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിൽ വാങ്ങിക്കുമല്ലോ. ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ മുള വരാറില്ലേ. അപ്പം മുള വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അത്ര നന്നാവില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു കുഞ്ഞു ടിപ്പാണ്. അപ്പം ടിഷ്യൂ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ, ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ ഇവിടെ സാധാരണ കുറച്ച് പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടി ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിക്കുന്നതിൻ്റെയൊക്കെ ഇടയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് മുളച്ച് വരത്തില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ന്യൂസ് പേപ്പറോ പിള്ളേരുടെ ബുക്കിൻ്റെ പഴയ പേപ്പറൊക്കെ ഉണ്ടല്ലോ കളയണ, അതൊക്കെ ആണെങ്കിലും മതി. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചുകൂടെ നല്ലത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം മുള വരത്തില്ല. നമ്മുടെ വീട്ടിൽ കുഞ്ഞ് ഈ മൂടികളൊക്കെ ഇങ്ങനെ കാണുമല്ലോ, ഈ അടപ്പുകളൊക്കെ. നമ്മളിപ്പം ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയുടെ അടപ്പുകളും ഇങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പൊ ഇതൊന്നും നമ്മളിനി കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാനിവിടെ ഒരു അടപ്പ് എടുത്തിട്ട് അതിനെ നമുക്കൊന്ന് ഒരു ചെറിയൊരു വെട്ടിട്ട് കൊടുക്കണം. ഒരു കത്തി നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്ത ശേഷം ഈ അടപ്പിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇവിടെ ഒരു വെട്ട് വീഴും. അപ്പം ഞാൻ ഇവിടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇത്ര ഭാഗം ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കത്തി നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. കുറച്ച് എണ്ണ വെച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് തടവി കൊടുത്താൽ മതി, തുടച്ചെടുത്താൽ മതി, അത് പോകും. അതുകൊണ്ട് അത് പേടിക്കണ്ട. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ 2 വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അയയിൽ തുണിയൊക്കെ വിരിക്കുമല്ലോ, അപ്പം നമുക്ക് ക്ലിപ്പ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു അടപ്പ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കെട്ടിയിരിക്കുന്ന കയറിൻ്റെ ഒരു വണ്ണം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. ഇതായിട്ടിരിക്കും. അപ്പം നമുക്ക് കുപ്പിയുടെ അടപ്പൊന്നും നമുക്കെടുത്ത് കളയണ്ട. ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. ായിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്ന സമയത്ത്, ഓട്ടോമാറ്റിക് മെഷീനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ തുണി ഇടുന്ന സമയത്ത് നമ്മൾ എല്ലാം അടിച്ചെടുത്ത ശേഷം വലിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ കുരുങ്ങിക്കിടക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് കവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, കളർ പിടിക്കാത്ത കവർ വേണം എടുത്തിടാനായിട്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ഉണ്ടെങ്കിൽ അതായാലും മതി. അത് ഈ തുണി അലക്കാൻ നേരത്തെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് അടിച്ച് വരുമ്പോഴത്തേക്കും ഇതൊരുപാട് കുരുങ്ങത്തില്ല. നമുക്ക് ഈസി ആയിട്ട് തുണികൾ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ് ചെയ്തിരിക്കണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.